വിജയും ഭാര്യ സംഗീതയും ദാമ്പത്യജീവിതം അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഇത് വെറും അഭ്യൂഹമാണോ അതോ സത്യമാണോ എന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സത്യമാണെന്നും ഇക്കാര്യം പരസ്യമാക്കാത്തതാണെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നടി തൃഷയുടെ പേരു ചേർത്ത് കഥകളും വന്നു. ഇപ്പോഴിതാ വിജയുടെയും സംഗീതയുടെയും ബന്ധത്തെ പറ്റിയുള്ള വിവരങ്ങൾ വീണ്ടും പ്രചരിക്കുകയാണ്. സംഗീതയെ വിവാഹം കഴിക്കാൻ വിജയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും ചിലരുടെ നിർബന്ധപ്രകാരമാണ് ആ വിവാഹം നടന്നതെന്നുമാണ് കഥകൾ. നടൻ വിജയും ഭാര്യ സംഗീതയും ആദ്യമായി കണ്ടതിനെ പറ്റിയും ഇരുവരും വിവാഹം കഴിച്ചതുമൊക്കെ മുൻപ് പലപ്പോഴായി വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്. ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരന്റെ മകളാണ് സംഗീത. പൂവേ ഉനക്കാകെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. വിജയുടെ വലിയ ഒരു ആരാധികയായിരുന്നു. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ എന്ന സംശയം പലർക്കും ഉണ്ട്. അതിനുശേഷം വർഷത്തിലൊരിക്കൽ ചെന്നൈയിലെത്തുന്ന സംഗീത അപ്പോഴൊക്കെ വിജയുടെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ചെയ്തു. 1997 വിജയുടെ വീട്ടിലെത്തിയ സംഗീത വിജയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത്. ഒടുവിൽ വീട്ടുകാരുടെ ആഗ്രഹത്തിന് നടൻ സമ്മതം മൂളുകയും 1999 വിവാഹിതരാവുകയും ചെയ്തു. 25 വയസ്സുള്ളപ്പോഴായിരുന്നു വിജയുടെ വിവാഹം. ഈ ബന്ധത്തിൽ ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാക്ഷ എന്നിങ്ങനെ 2 മക്കളും ജനിച്ചു. വിജയ് സ്വയം തീരുമാനിച്ചല്ല വിവാഹിതനായത്. വീട്ടുകാരുടെ സമ്മതം കാരണമാണ് അതിന് സമ്മതിച്ചതെന്നും അക്കാലത്ത് വിജയ് ഒരു നടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. വിവാഹശേഷം പിന്നീട് ഒരിക്കലും ഭാര്യയെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ ഒന്നും വിജയ് ചെയ്തിട്ടില്ല. സംഗീത ഇപ്പോൾ നടന്റെ കൂടെ ഇല്ലെന്നാണ് വാർത്തകൾ. ഇരുവരും വേർപിരിഞ്ഞെന്നും സംഗീത ലണ്ടനിലേക്ക് തിരികെ പോയെന്നും മക്കളും അവരുടെ കൂടെയാണെന്നും പറയുന്നു. രാഷ്ട്രീയത്തിനും തന്റെ നേട്ടങ്ങൾക്കും വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ചതാണെന്നും പ്രചരണം ഉണ്ടായിരുന്നു. മാത്രമല്ല നടി തൃഷയുമായി 15 വർഷത്തിനു ശേഷം ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെ ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ തൃഷയും വിജയും ഒരേ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും രഹസ്യമായി കൂടിച്ചേരലുകൾ നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു.